ഹലോ, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ വണ്ടി പോകുന്ന ഒച്ച കേൾക്കുന്നുണ്ടോ എന്തോ? ഇതെൻ്റെ പുതിയ മൈക്കാണ്. അപ്പം മൈക്ക് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. ആൻഡ് ആദ്യമായിട്ട് ഞാനൊരു ലോങ് വീഡിയോയും ഷൂട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഞാനിപ്പോൾ വീട്ടിലാണുള്ളത്. അപ്പം ഞാൻ വിചാരിക്കുന്നു ഇന്നൊരു ചെറിയ വ്ളോഗ് നമുക്ക് ഇടാമെന്ന് വിചാരിക്കുന്നു. ലോങ് വീഡിയോ ആയിട്ട് കേട്ടോ. ഹോണൊക്കെ അടി കേൾക്കുന്നുണ്ട്. ഇത് കേൾക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞിട്ട് വേണം വോയിസ് ക്യാൻസലേഷനൊക്കെ ചെയ്യാൻ. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്താണ്. അപ്പോൾ നമുക്കിന്ന് ഒരു സ്ഥലത്തേക്ക് പോവാം. ഞാൻ പോവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സരോജിനി നഗർ മാർക്കറ്റാണ്. ചീപ്പസ്റ്റ് മാർക്കറ്റ്, ഡൽഹിയിലെ ബെസ്റ്റ് മാർക്കറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നമുക്ക് അവിടെ പോയി നോക്കാം. കാരണം ഞാൻ കേൾക്കുന്നത് ഇപ്പം അത് അടച്ചു, അവിടെ അല്ല ചെറിയ കടക്കാരെയൊക്കെ ഒഴിപ്പിച്ചു, അങ്ങനെയൊക്കെയാണ്. സോ നമുക്ക് പോയി നോക്കാം ശരിക്കും അടച്ചോ ഒഴിപ്പിച്ചോ അതോ ഉണ്ടോ എന്നൊക്കെ. അത്രേ കാണാം കേട്ടോ. ടാറിട്ട റോഡിലെ ചൂട് ബാലൻസ് ചെയ്യാനായിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് പോകുന്നതാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ DMRC കണക്റ്റഡ് ആണ്. DMRC എന്ന് പറയുന്നത് ഡൽഹി മെട്രോ. ആ ഡൽഹി മെട്രോന്ന് സ്റ്റേറ്റ് ആയിട്ടുള്ള UPയിലേക്കും കണക്ഷൻ ഉണ്ട്. അതായത് ഒരേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് വേറെ വേറെ മെട്രോ ആണ് ഇതിലോടുന്നത്. അപ്പൊ നമ്മൾ പൊതുവെ വണ്ടി പാർക്ക് ചെയ്യാറുള്ളത് പിന്നില് DMRCയിലുള്ള പാർക്കിങ്ങിലാണ്. അപ്പൊ DMRC പാർക്കിങ്ങിൽ നിന്ന് ഒരു പാലം ഓട്ടോ കണക്റ്റഡ് ഉണ്ട്. അതായത് ടുവേർഡ്സ് നമോ ഭാരത് എന്നാണ് ഈ സ്റ്റേറ്റ് മെട്രോയ്ക്ക് പറയുന്നത്. അപ്പൊ ആ ദൂരെ കാണുന്ന മെട്രോ സ്റ്റേഷനാണ് ഡൽഹി മെട്രോ. ഇപ്പുറത്ത് കാണുന്നതാണ് സ്റ്റേറ്റ് മെട്രോ ആയിട്ടുള്ള നമോ ഭാരത് അല്ലെങ്കിൽ റാപ്പിഡ് മെട്രോ എന്ന് പറയപ്പെടുന്നത്. ഇതിന് റാപ്പിഡ് മെട്രോ എന്ന് എന്താ പേരെന്ന് വെച്ചാൽ, ഡൽഹി മെട്രോ വഴി ഞാൻ ഈ UPന്ന് ഡൽഹി നിസാമുദ്ദീനിലേക്ക് പോകാനായിട്ട് ഏകദേശം 1 മണിക്കൂറുണ്ട്. പക്ഷെ ഇതിന്ന് 10 മിനിറ്റേ എടുക്കുള്ളൂ. അപ്പോൾ നാട്ടിൽ നിന്ന് ആർക്കെങ്കിലും നിസാമുദ്ദീനിൽ ഇറങ്ങിയിട്ട് UP അല്ലെങ്കിൽ ഗാസിയാബാദിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ മെട്രോ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഇത് റാപ്പിഡ് മെട്രോയാണ്. റാപ്പിഡ് മെട്രോ എന്ന് വെച്ചാൽ നമ്മുടെ UP കണക്റ്റഡ് ആയിട്ട്, സ്റ്റേറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മെട്രോയാണ്. അപ്പം ഈ മെട്രോയിൽ എന്താന്ന് വെച്ചാൽ, എന്താ പ്രത്യേകത എന്ന് വെച്ചാല് ഇവിടെ റേറ്റ് കൂടുതലാണ്. ഡൽഹി മെട്രോ പോലെയല്ല. അവിടുത്തെ ഒരു മെട്രോ വന്നിട്ടുണ്ട്. അത് പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മോദിപൂർ എന്തോ ആണ്. ഈ മെട്രോ സ്റ്റേഷൻ എന്ന് വെച്ചാൽ ഒട്ടും തിരക്കില്ലാത്ത മെട്രോ സ്റ്റേഷനാണ്. അത് മാത്രമല്ല ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം മറ്റേ ഡൽഹി മെട്രോയിൽ ഭയങ്കര തിരക്കല്ലേ, ഇവിടെ തിരക്കേ ഇല്ല. റേറ്റ് കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല രസമുണ്ട്. മെട്രോ വരാനായിട്ട് 2 മിനിറ്റ് ആണ് കാണിക്കുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞാൽ മെട്രോ വരും. സോ നമുക്ക് 2 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. മെട്രോ ദൂരെ നിന്ന് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ കാണുന്നൊന്നുമില്ല കേട്ടോ. നല്ല രസമുണ്ട്. അപ്പൊ നമ്മുടെ മെട്രോ വന്നിട്ടോ. മെട്രോ വരികയാണ്. ഇതിന്റെ ഒച്ച കേൾക്കുന്നുണ്ടോന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ മെട്രോ വരുന്നുണ്ട്, നമുക്ക് കയറാം. ഇതാണ് നമോ ഭാരത്. കുറച്ചുകൂടെ പ്രീമിയമും എലഗന്റും ആയിട്ടുള്ള സീറ്റ്സും, അതുപോലെ നമ്മുടെ കൊച്ചി അല്ലെങ്കിൽ ഡൽഹി പോലെയുള്ള മെട്രോസിലുള്ള പോലെ സൈഡ് സീറ്റ് അല്ലാണ്ട് ബസ്സിലൊക്കെ ഉള്ള പോലത്തെ സീറ്റ്സ് ആണ് ഇതിൽ കാണാനുള്ളത്. ഇത് ഇങ്ങനത്തെ സീറ്റ്സ് ആണ് കേട്ടോ. മെട്രോ നോർമൽ മെട്രോ പോലെ അല്ല. കുഷൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതാണ് സൈഡിൽ നിന്ന്, അതായത് ഇത് കുറച്ച് ഹൈറ്റിലാണ് മെട്രോ ഓടുന്നത്. അപ്പൊ നമുക്ക് താഴെയുള്ള കാഴ്ചകളൊക്കെ കാണാം. നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വെറുതെ ഇതൊരു കാര്യമായിട്ട് കാണിച്ചു തന്നതാണ്. എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഇതിൽ കയറിയ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ ഇത് കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് നല്ല രസമുണ്ടായിരുന്നു ആകാശമൊക്കെ കാണാനായിട്ട്. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അമ്മയ്ക്ക് എന്താണ് നമോ ഭാരതിനെ കുറിച്ച് പറയാനുള്ളത്? എന്തിനെ കുറിച്ച്? നമോ ഭാരത് എന്നാണ് ഈ മെട്രോന്റെ പേര്, റാപ്പിഡ് മെട്രോ. ആണോ? എന്റെ അമ്മോട് ചോദിച്ചാൽ എന്റെ അമ്മയ്ക്ക് പിന്നെ ഭയങ്കര ആവും. വീഡിയോ ഓൺ അല്ലാത്തപ്പോ ഭയങ്കര വായാണ്. വീഡിയോ ഓൺ ആക്കിയാൽ ഭയങ്കര സൈലന്റ്. അപ്പൊ അമ്മയെ സൈലന്റ് ആക്കാനുള്ള ഒരു മാർഗമാണ് വീഡിയോ. ജിഷ്ണുവിന്റെ അഭിപ്രായം എന്താ? എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല. ഈ ഹൈറ്റ് ആയിട്ട് ഓടുന്ന മെട്രോന്ന് താഴെ നോക്കി കഴിയുമ്പം റോഡ്സും പാലും ഒക്കെ കണ്ടിട്ട് എനിക്കെന്തോ അബ്രോഡ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. UPയിലുണ്ട് ഒരുപാട് വികസനം. പഴയ പോലെ ഒന്നും അല്ല കേട്ടോ, നന്നായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ പറയാൻ മറന്നു പോയ ഒരു കാര്യം, ജിഷ്ണു വർക്ക് ചെയ്യുന്നത് ഇവിടെയല്ല. ജിഷ്ണു 2 ദിവസം ജോലി കാര്യങ്ങളായിട്ട് വന്നതാണ് ഡൽഹിക്ക്. അങ്ങനെ നമ്മള് നിസാമുദ്ദീനിൽ നിന്ന് സരോജിനിലേക്ക് കയറാനായിട്ട് മെട്രോ സ്റ്റേഷൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇത് പിങ്ക് ലൈൻ ആണേ.
സരോജിനിയിൽ എത്തിയപ്പോഴാണ് ആ ഒരു സ്കാം ഞാൻ മനസ്സിലാക്കുന്നത്. വലിയൊരു അബദ്ധമായിരുന്നു. ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോഴും അത് വരുന്ന ഒരു സംഭവമാണ്. ഞാൻ വന്നത് മൺഡേ ആണ്. മൺഡേ സരോജിനി മാർക്കറ്റ് ക്ലോസ്ഡ് ആണ്. സരോജിനി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പോയി എനിക്ക് കിട്ടിയത് വലിയൊരു അടിയാണ്. കാരണം മൺഡേ നോർമലി സരോജിനി ഉണ്ടാവാറില്ല, എന്നാലും ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വീട്ടിലിടാനായിട്ടുള്ള ഒരു 2 ഡ്രസ്സ് മാത്രമേ മേടിച്ചുള്ളൂ. വേറെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് അവിടെ നിന്ന് മേടിച്ചില്ല. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ മലയാളി ഹോട്ടലിൽ കയറി. സരോജിനിയുടെ അടുത്ത സ്റ്റേഷൻ തന്നെയാണ് INA എന്ന് പറയും. INAയിലാണ് നമ്മുടെ മലയാളികൾക്ക് കിട്ടാവുന്ന കുറെ സാധനങ്ങൾ, അരി, പിന്നെ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന പോലത്തെ വെളിച്ചെണ്ണ, പിന്നെ കൂടുതലും മലയാളികൾ ഇവിടെയാണ്. മലയാളി ഹോട്ടൽസ് ഇവിടെയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഇതാണ് ഡൽഹി മെട്രോ. നമ്മൾ റാപ്പിഡിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു കാഴ്ചയും ഇപ്പോ കാല് കുത്താൻ പോലും സ്ഥലമില്ലാത്ത ഒരു അവസ്ഥയാണ് ഡൽഹി മെട്രോയിൽ. അപ്പൊ അതും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ തിരക്കൊന്ന് വീഡിയോ എടുത്ത് വെച്ചത്. അപ്പൊ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.